ഡിവിഷൻ വെട്ടിമുറിച്ച് മംഗളൂരു മേഖലയെ മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധ മാർച്ചും ഉപരോധവും നടത്തി. ഡിവിഷൻ ഓഫീസ് പൂർണ്ണമായി ഉപരോധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജീവനക്കാരെ ഓഫീസിനുള്ളിലേക്ക് കടത്തിവിടാത്തതിനെ തുടർന്ന് സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ ഉടലെടുത്തു. റെയിൽവേ ബോർഡിന്റെ പുതിയ ഉത്തരവ് പ്രകാരം പാലക്കാട് ഡിവിഷന്റെ പ്രധാന വരുമാന സ്രോതസ്സായ മംഗളൂരു സെൻട്രൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വെട്ടിമാറ്റി കർണാടകയിലെ മൈസൂർ ഡിവിഷനോട് ചേർക്കാൻ തീരുമാനിച്ചതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. ഇത് കേരളത്തോടുള്ള കടുത്ത അവഗണനയാണെന്ന് സമരക്കാർ ആരോപിക്കുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡിവിഷൻ ഓഫീസ് ഉപരോധം നടന്നത്. ഓഫീസ് കവാടങ്ങൾ ഉപരോധിച്ച പ്രവർത്തകരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. പാലക്കാട് ഡിവിഷന്റെ ആകെ വരുമാനത്തിന്റെ 60% 1000 മുതൽ 1100 കോടി രൂപ നേടിത്തരുന്ന മംഗളൂരു മേഖലയെ നഷ്ടപ്പെടുത്തുന്നത് വഴി പാലക്കാട് ഡിവിഷൻ രാജ്യത്തെ ഏറ്റവും ചെറിയ ഡിവിഷനുകളിലൊന്നായി മാറുമെന്നും കേരളത്തിന്റെ റെയിൽവേ വികസനത്തെ ഇത് സാരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. നമസ്കാരം. 2026 പകുതിയില് ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ഒന്നാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ ഒന്നാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ സെക്കൻഡ് പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.